എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സും കിടപ്പുമുറിയും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സെക്സും കിടപ്പുമുറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ? അതെ, കിടപ്പുമുറിക്ക് അതിൻ്റെതായ പ്രാധാന്യം തന്നെ സെക്സിലുണ്ട്. നല്ലൊരു ലൈംഗിക ബന്ധം അടിപൊളിയാക്കുവാൻ നല്ലൊരു കിടപ്പറ തീർന്നേ മതിയാവും. അതെ, നിങ്ങളുടെ കിടപ്പറ മനോഹരമാക്കണം. അഥവാ കിടപ്പറക്ക് പോലും നിങ്ങളെ ലൈംഗികമായി ഉത്തേജനിപ്പിക്കുവാൻ ഉള്ള കഴിവുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതിനായി ആദ്യം തന്നെ വേണ്ടത് പ്രൈവസിയാണ്. പ്രൈവസിയുള്ള കിടപ്പുമുറി ആയിരിക്കണം. മറ്റു തരത്തിലുള്ള ശല്യങ്ങളോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകരുത്. തീർത്തും നിങ്ങൾ മാത്രം ഉള്ള ലോകമായിരിക്കണം ആ കിടപ്പുമുറി. ഒരിക്കലും കിടപ്പുമുറി അലങ്കോലമാവുക, വൃത്തികേടാക്കരുത്. എപ്പോഴും നല്ല വൃത്തിയുള്ള ബെഡ്ഷീറ്റ് വിരിച്ച് എല്ലാം ഒതുക്കി വെച്ച് കിടപ്പുമുറി മനോഹരമാക്കുക. ഇടയ്ക്കൊക്കെ ഒരു പരിമളം വരുത്തുവാൻ മുല്ലപ്പൂ നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാം. മുല്ലപ്പൂ നിങ്ങൾ ബെഡിൽ വിതറിയില്ലെങ്കിലും കുഴപ്പമില്ല. മുല്ലപ്പൂ നിങ്ങൾക്ക് അലമാരയിലോ അതുപോലെ ടേബിളിലോ സൂക്ഷിച്ചാലോ അതിൻ്റെ പരിമളം ആ റൂം മൊത്തം പരക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് എവിടെയും വില്ലനാകുന്ന നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അതെ, കിടപ്പുമുറിയിൽ കയറിയാൽ നിങ്ങൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിലിടുകയോ ചെയ്യുക. കാരണം നിങ്ങൾ ലൈംഗികതയുടെ ലോകത്തേക്ക് കടക്കുമ്പോഴായിരിക്കും കെട്ടുറുമ്പായി ആരെങ്കിലും ഫോൺ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഫോണിലൂടെ നിങ്ങളുടെ മൂഡ് ആകെ ചേഞ്ച് ആകാനും സാധ്യതയുണ്ട്. അതോടുകൂടി നിങ്ങളുടെ നല്ലൊരു ആസ്വാദനമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുക. ഇനി അടുത്തതായി വേണ്ടത് ഒരു മങ്ങിയ വെളിച്ചമാണ്. അതെ, പലർക്കും പലതരത്തിലുള്ള വെളിച്ചമാണ് ഇഷ്ടം. ചിലർക്ക് ഇരുട്ടായിരിക്കാം, എന്നാൽ മറ്റു ചിലർക്ക് മങ്ങിയ പ്രകാശമായിരിക്കാം. അതെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രകാശം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടുതലും ഇരുട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇരുട്ടത്ത് ബന്ധപ്പെടുന്നത് ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വെളിച്ചമാവാവുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് തിടുക്കം കൂട്ടാതിരിക്കുകയാണ്. അതെ, മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാനോ ഉള്ള ഒരു സമയമാകരുത് ലൈംഗികത. രണ്ടുപേരും സമയമെടുത്ത് ആസ്വദിച്ച ശേഷം മാത്രം ലൈംഗിക ബന്ധം പൂർത്തിയാക്കാവൂ. ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.